രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യ വിജയം. നിരന്തരമായി രാഹുലിന് നേരെ ഗോളുകൾ കയറുകയായിരുന്നു. ആദ്യ വിജയം രാഹുൽ സ്കോർ ചെയ്തു. അവന്തികയുടെ നാടകം പൊളിഞ്ഞു വീണു. ഈ അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചു, എന്നോട് മോശം സംസാരിച്ചു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് വിളിച്ച് ഓഗസ്റ്റ് 1 8:42 ചേട്ടനെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, എന്നെ മാധ്യമപ്രവർത്തകർ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ ഓർക്കണം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും, സ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഒരു MLA-ക്കും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ എൽദോസിനും ഇതൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ നമുക്ക് വന്നാൽ നമ്മളൊക്കെ നിലനിൽക്കുവോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്. നമുക്കെതിരെ വന്നാൽ നിങ്ങളുടെ അച്ഛനെതിരെ, മകനെതിരെ, സഹോദരനെതിരെ, സുഹൃത്തിനെതിരെ ഇങ്ങനെ വ്യാജ പരാതികൾ വന്നാൽ നമ്മുടെ കരിയർ പോകും, ജീവിതം പോകും, ജോലി പോകും, ശമ്പളം പോകും, നമ്മൾ ഇല്ലാതാകും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന്, നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരന്, നമ്മുടെ ഓരോരുത്തരുടെയും മകന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും അങ്ങനെ വളർന്നു വരുന്ന 2 ആൺമക്കളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആൺമക്കളുണ്ടെങ്കിൽ നാളെ അവര് ജീവിക്കുന്ന ഒരു ലോകത്ത് ഫെമിനിസ്റ്റുകൾ കയറി മേയുന്ന ഏതാണിനെയും കുടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഈ ഫെമിനാസികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരണം. നീ രാഹുൽ വിട്ട ഈ അവന്തിക്കെതിരെയാണ് റേപ്പ് ചെയ്യാൻ രാഹുൽ വിളിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ നാടകം പൊളിക്കുന്നത് രാഹുൽ നമുക്ക് പൊളിക്കുന്നത് കാര്യമായി കേൾക്കാം. രാഹുൽ അതിന്റെ ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായി വിട്ടു. എഡിറ്റഡ് ഓഡിയോ ക്ലിപ്പ് ഒന്നുമല്ല, പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ്. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഒന്നുകൂടെ കേൾക്കാം അല്ലേ? എനിക്കത് തുറന്നു പറയാനുള്ള എനിക്ക് സമൂഹത്തിലല്ലേ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. ആരാ ഈ പരാതി പറഞ്ഞത്? ആരാണ്? മാധ്യമപ്രവർത്തകൻ സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചത് റെക്കോർഡ് ചെയ്ത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞത് നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ അതന്നെ, അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്ക്. ആ റിപ്പോർട്ടർ വിളിച്ച് അവന്തികയോട് ചോദിക്കുകയാണ്, അവന്തിക നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. അപ്പൊ അവന്തിക പറയുന്നതാണ്, അങ്ങനെ യാതൊരു ബാഡ് എക്സ്പീരിയൻസും ഇല്ല, എന്നെ കുറിച്ച് എന്തിനാ ഇങ്ങനെ അപവാദം പറയുന്നതെന്ന്. എന്നിട്ട് അത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഓഗസ്റ്റ് 1 വിളിച്ചറിയിക്കുന്നു. എന്നിട്ട് അതേ വോയിസ് ക്ലിപ്പ് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്നു. ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ സംബന്ധം ഒന്നും തന്നെ ഇല്ല. അപ്പോ ഈ സംഭാഷണം നിങ്ങള് നീ മിടുക്കനാണ്, പെട്ടെന്ന് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അതായത് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ
ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാ സംഭവവും വേറെ കഴിക്കാണ്. പക്ഷെ ലൈഫ് പെർസൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് ഒരു അറിയത്തില്ല. മാധ്യമപ്രവർത്തകൻ അവന്തികയോട് സംസാരിക്കുകയാണ്. അവന്തിക അത് റെക്കോർഡ് ചെയ്തു. ഞാനായിട്ട് ബന്ധപ്പെട്ടോ റിലവന്റ് അല്ലാത്തതായതുകൊണ്ട് ഞങ്ങൾ ഫോർവേഡ് ചെയ്യാൻ ഫ്രണ്ടിലോട്ട് എടുക്കാം. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് അവന്തിക 2 ആഴ്ച കഴിഞ്ഞ് രാഹുൽ എന്നെ റേപ്പ് ചെയ്യാൻ വന്നു എന്ന് പറയുന്നത്? ഗൂഢാലോചന നടക്കുകയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ നോക്കുകയല്ലേ? കോൺഗ്രസിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന മൊമെന്റമാണ്. 90% മാധ്യമങ്ങളും നിലപാടെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണോ. 90% കോൺഗ്രസ് നേതാക്കളും നിലപാടെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കരിയർ അവസാനിക്കുന്നതിനും ജീവിതം, അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജീവിതം അവസാനിക്കുന്നതിനും മുമ്പിൽ നിൽക്കുന്ന ഏക വസ്തുത സത്യമാണ്. സാധാരണ ജനങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ 100% പിന്തുണയ്ക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം, അല്ലെങ്കിൽ അവൻ തെറ്റാണെങ്കിൽ അവനെ കറക്റ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം. കള്ളപ്പരാതിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടപ്പെടരുത്. കാര്യം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, ഇത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഓർക്കുക.